L2. Hello my dear students, welcome back to our plus 2 economics class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു ചർച്ച ചെയ്തത്? Yes, in the previous class we have discussed gross investment, net investment and depreciation. നമ്മളൊരു അസൈൻമെൻറ്റ് ചെയ്യാൻ തന്നിരുന്നു. ഓർമ്മയുണ്ടോ? എല്ലാവരും ചെയ്തോ? എല്ലാവരും ചെയ്ത് നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകരുമായി ഷെയർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? In our discussion of final goods, we saw that the economy produces consumer goods and capital goods as a part of production. ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായി ഒരു ഇക്കോണമിക്കകത്ത് ഫൈനൽ ഗുഡ്സുകളായി കൺസ്യൂമർ ഗുഡ്സുകളും ക്യാപിറ്റൽ ഗുഡ്സുകളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് നമ്മൾ ആദ്യ ക്ലാസ് മുതൽ നമ്മൾ അത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് കൊണ്ടുവന്നത് അല്ലേ? എന്നാൽ ഒരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഒരു റിസോഴ്സ് അലോക്കേഷണൽ പ്രോബ്ലം എപ്പോഴും നിലനിൽക്കുന്നു. ആസ് റിസോഴ്സസ് ആർ സ്കേഴ്സ്, വിഭവങ്ങൾ പരിമിതമായതുകൊണ്ട് തന്നെ എക്കോണമി ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്നത്. മൈക്രോ എക്കണോമിക്സിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ റിസോഴ്സ് അലോക്കേഷണൽ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താ? ഇഫ് ദ ഇക്കോണമി പ്രൊഡ്യൂസസ് മോർ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ഇറ്റ് ഹാവ് ടു റെഡ്യൂസ് ദ പ്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പോൾ വിഭവങ്ങൾ പരിമിതമാണ്. ഈ പരിമിതമായ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതലായി നമ്മൾ കൺസ്യൂമർ ഗുഡ്സാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ തുടർന്ന് നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സ് കുറച്ചേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ? But at the same time, it is generally observed that more sophisticated and heavy capital goods raises the ability of laborers and thus they can produce more of consumer goods. അതേസമയം തന്നെ ഈ റിസോഴ്സ് അലോക്കേഷണൽ പ്രോബ്ലത്തിൽ നമ്മൾ പറയുന്നു കൺസ്യൂമർ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിയാൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടി വരുന്നു. എന്നാൽ പൊതുവായി നമ്മൾ ഒബ്സർവ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഹെവി ആയിട്ടുള്ള ക്യാപിറ്റൽ ഗുഡ്സുകൾ നമ്മൾ കൂടുതലായി ഉൽപ്പാദിപ്പിച്ചാൽ അത് ലേബേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും എന്ന ഒരു ഒബ്സർവേഷൻ നിലവിൽ ഉണ്ട്. നമുക്കും അറിയാവുന്ന കാര്യമാണത്. ഫോർ എക്സാമ്പിൾ, എ ട്രഡീഷണൽ വീവർ ടേക്സ് മന്ത്സ് ടു വീവ് എ സാരി. വളരെ പരമ്പരാഗതമായി നമ്മൾ വീവിങ് നടക്കുന്ന കൈത്തറി മേഖലയിലൂടെയൊക്കെ തുണി വ്യാപാരം നടത്തുന്നത് അല്ലെങ്കിൽ തുണികളുടെയൊക്കെ ഉൽപ്പാദനം നടത്തുന്ന ഒരു ട്രഡീഷണൽ വീവറെ സംബന്ധിച്ചിടത്തോളം ഒരു സാരി ഉൽപ്പാദിപ്പിക്കാൻ തന്നെ മാസങ്ങളോളം വേണ്ടി വരും. അതേസമയം an enterprise with a modern machinery can produce thousands of pieces of clothing a day. ഒരു ദിവസം കൊണ്ട് തന്നെ ഈ മോഡേൺ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പീസ് ക്ലോത്തിങ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ലോകത്തിന് മുന്നിൽ പ്രണയപ്രതീകമായി നിലനിൽക്കുന്ന താജ്മഹൽ ആയിരക്കണക്കിന് കലാകാരന്മാരുടെയും ശില്പികളുടെയും അതുപോലെ തന്നെ കരകൗശല പ്രവർത്തകരുടെയും ഒക്കെ 22 നീണ്ട വർഷങ്ങളുടെ പ്രയത്നഫലമായാണ് യഥാർത്ഥത്തിൽ താജ്മഹലിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ഇപ്പോൾ ഗിസയിലെ പിരമിഡുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? 10,000-ഓളം ലേബേഴ്സിനെ 3 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഷിഫ്റ്റുകളിലായി ഏകദേശം 30 വർഷക്കാലം ജോലി ചെയ്താണ് ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ചരിത്രകാരനായ ഹെറോഡോട്ടസ് അടയാളപ്പെടുത്തുന്നു. ബട്ട് ടുഡേ വിത്ത് മോഡേൺ കൺസ്ട്രക്ഷൻ മെഷീനറി ദ സ്കൈസ്ക്രാപ്പേഴ്സ് ക്യാൻ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ ഫ്യൂ ഡേയ്സ്. വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അമ്പരചുംബികളായ വലിയ വലിയ ബിൽഡിങ്ങുകൾ നമുക്കിന്ന് മോഡേൺ മെഷീനറികളുടെ സഹായത്തോടെ നിർമ്മിക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് അത് സാധ്യമായത്? മോസ്റ്റ് മോഡേൺ ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സുകളുടെ സഹായത്തോടു കൂടി നമ്മൾ ഇത്തരത്തിൽ കൺസ്യൂമർ ഗുഡ്സുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള മറ്റ് ബിൽഡിങ്ങുകളും വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. Here we can say that modern varieties of capital goods helps to produce more of all type of commodities, especially consumer goods. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മോഡേൺ വെറൈറ്റീസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ സഹായത്തോടെ എല്ലാ തരത്തിലുമുള്ള വസ്തുക്കൾ, പല കൺസ്യൂമർ ഗുഡുകളായിരിക്കാം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സുകളായിരിക്കാം, ഏത് തരത്തിലുള്ള വസ്തുക്കളുടെയും ഉൽപ്പാദനം ലാർജ് സ്കെയിലിൽ വർദ്ധിപ്പിക്കാൻ ഇന്ന് നമ്മുടെ മോഡേൺ മെഷീനറി, മോഡേൺ ക്യാപിറ്റൽ ഗുഡ്സുകൾ നമ്മെ സഹായിക്കുന്നുണ്ട്. ഹിയർ വി ഹാവ് ഒബ്സർവ്ഡ് 2 ആർഗ്യുമെൻറ്റ്സ്. 2 തരത്തിലുള്ള ആർഗ്യുമെൻറ്റുകൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു അത്? ദാറ്റ് ഈസ്
If a larger share goes for the production of capital goods, a smaller share is available for the production of consumer goods. അതായത് ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് കൂടുതലായി നമ്മൾ കൺസ്യൂമർ ഗുഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ റിസോഴ്സസിനെ മാറ്റിവെച്ചാൽ വളരെ കുറച്ചു മാത്രമേ പിന്നീട് നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഒരു ആർഗ്യുമെൻറ്റ്. അതേസമയം തന്നെ ഇഫ് വി പ്രൊഡ്യൂസ് മോർ ക്യാപിറ്റൽ ഗുഡ്സ് it would help to raise the productivity of labor. ലേബറിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ അത് സാധിക്കുന്നു. ആൻഡ് ദെയർ ബൈ ഇറ്റ് ക്യാൻ ഇൻക്രീസസ് ദ കൺസ്യൂമർ ഗുഡ്സ്. ഉപഭോക്തൃ വസ്തുക്കളുടെ ഉൽപ്പാദനം വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു. അതായത് രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്തായിരുന്നു? ഇഫ് വി പ്രൊഡ്യൂസ് മോർ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഇറ്റ് വുഡ് ഹെൽപ്പ് ടു റൈസ് ദ പ്രൊഡക്ഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. കൂടുതലായി ക്യാപിറ്റൽ ഗുഡ്സുകൾ നമ്മൾ ഉൽപ്പാദനം നടത്തിയാൽ ഇത് കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഉൽപ്പാദനം കൂടുതലായി വർദ്ധിപ്പിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നു. രണ്ട് ആർഗ്യുമെൻറ്റ്സുകൾ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള, വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള രണ്ട് ആർഗ്യുമെൻറ്റുകളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഡു യു ഫീൽ എനി കോൺട്രഡിക്ഷൻ ഓൺ ദീസ് ആർഗ്യുമെൻറ്റ്സ്? ഈ ആർഗ്യുമെൻറ്റ്സുകൾ, ഈ വാദഗതികളിൽ കൺസ്യൂമർ ഗുഡ്സ് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാൽ ക്യാപിറ്റൽ ഗുഡ്സ് കുറച്ച് മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ എന്ന് ആദ്യം പറഞ്ഞു. രണ്ടാമത് എന്താ പറഞ്ഞ? ഇഫ് വി പ്രൊഡ്യൂസ് മോർ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഇറ്റ് വുഡ് ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് മോർ ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. ഹിയർ ദീസ് ടു ആർഗ്യുമെൻറ്റ്സ് ആർ contradictory, right? If we consider the time element with these two arguments, both arguments will become correct. നമ്മളിപ്പോൾ പറഞ്ഞ ഈ രണ്ട് ആർഗ്യുമെൻറ്റുകളോടൊപ്പവും നമ്മളൊരു ടൈം എലമെൻ്റ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ, കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ രണ്ട് ആർഗ്യുമെൻറ്റുകളും ശരിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. നോക്കാം നമുക്കിത് എങ്ങനെയാണെന്ന്. At a particular time period, especially the short period, given the level of total output of the economy, if more capital goods are produced, less of consumer goods would be produced by the economy. ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈം എടുത്തു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ഔട്ട്പുട്ടുമാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ അവിടെ കൂടുതൽ കൺസ്യൂമർ ഗുഡ് ഉൽപ്പാദിപ്പിച്ചാൽ കുറച്ചു മാത്രം ക്യാപിറ്റൽ ഗുഡ്സ് മാത്രമേ നമുക്കവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കൂ. ഹ്രസ്വകാലത്തിൽ ഈ ആർഗ്യുമെൻ്റ്, ആദ്യം പറഞ്ഞ ആർഗ്യുമെൻ്റ് ശരിയാണ്. എന്നാൽ നമ്മളൊരു ദീർഘകാലമാണ് എടുക്കുന്നതെന്നിരിക്കട്ടെ, ബട്ട് പ്രൊഡക്ഷൻ ഓഫ് മോർ ക്യാപിറ്റൽ ഗുഡ്സ് മീൻ ദാറ്റ് in the future or in a long period, the laborers would have more capital goods to work with and can produce more of consumer good also. അപ്പോൾ ദീർഘകാലമാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ കൂടുതലായി ക്യാപിറ്റൽ ഗുഡ്സ് ഉൽപ്പാദിപ്പിച്ചാൽ ലേബേഴ്സിന് കൂടുതൽ ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് കൊണ്ട് അവരുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും അതുവഴി കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. നോക്കൂ, ഫസ്റ്റ് പറഞ്ഞ നമ്മുടെ ആർഗ്യുമെൻ്റ് ഷോർട്ട് പീരീഡിൽ കറക്റ്റാണ്. കാര്യം കൺസ്യൂമർ ഗുഡ്സ് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കേണ്ടി വരുന്നു. എന്നാൽ ലോങ് പീരീഡ് കൺസിഡർ ചെയ്താൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഉൽപ്പാദനം നമ്മൾ കൂടുതലായി വർദ്ധിപ്പിച്ചാൽ ലേബേഴ്സിന് ഈ ക്യാപിറ്റൽ ഗുഡ്സ് അസിസ്റ്റ് ചെയ്യുന്നു. ഈ മോഡേൺ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ സഹായത്തോടു കൂടി ലേബേഴ്സിന് കൺസ്യൂമർ ഗുഡ്സുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഒരുപാട് എക്സാമ്പിൾ നമുക്ക് പരിഗണിക്കാൻ കഴിയും. ഒരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി കൂടുതലായി സ്റ്റാർട്ട് ചെയ്തു എന്നിരിക്കട്ടെ. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്താൽ വളരെ വൈഡ് റേഞ്ച് ഓഫ് കമ്മോഡിറ്റീസ് എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസ് ചെയ്യാം. ഫ്രം ദ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് ടു ദ കിച്ചൺ യൂട്ടൻസിൽസ്. ഡിഫൻസ് എക്യുപ്മെൻറ്റുകൾ, പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങൾ മുതൽ ഇങ്ങേയറ്റം നമ്മുടെ കിച്ചൺ യൂട്ടൻസിൽസ് വരെ നമുക്ക് ഈ അയൺ ആൻഡ് സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ് ലൈക്ക് ട്രാക്ടേഴ്സ്, പമ്പ് സെറ്റ്, ദെൻ ടില്ലേഴ്സ്, ഹാർവസ്റ്റിംഗ് മെഷീൻസ് എക്സെട്ര, ഇവയൊക്കെ നമുക്ക് കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. സോ ത്രൂ ദീസ് ക്യാപിറ്റൽ ഗുഡ്സ് മോർ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലോങ് റൺ. ഇങ്ങനെ കൂടുതലായി ക്യാപിറ്റൽ ഗുഡ്സുകൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ലോങ് റണ്ണിൽ ഒരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം കൺസ്യൂമർ ഗുഡ്സുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് both the production of consumer goods and capital goods are interrelated. അപ്പോൾ നമ്മളിപ്പോൾ കുറേ എക്സാമ്പിൾസ് നമ്മളിവിടെ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം ഉപഭോഗ വസ്തുക്കളുടെ ഉൽപ്പാദനവും മൂലധന വസ്തുക്കളുടെ ഉൽപ്പാദനവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. Obviously we know that any good, whether it is consumer good or capital good, which are produced mainly for sales in the market. അപ്പോൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ് കൺസ്യൂമർ ഗുഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ് ആയിക്കോട്ടെ,
ഉൽപ്പാദിപ്പിക്കുന്ന ഏതൊരു വസ്തുവായാലും ദീസ് ആർ മെയിൻലി ഫോർ സെയിൽസ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലൂടെ വിറ്റഴിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്നുള്ളത്. യു ആർ ഫെമിലിയർ അബൌട്ട് ദ ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിൻ ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. അപ്പോൾ നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന മൈക്രോ ഇക്കണോമിക്സിലെ 2ാമത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഒരു കൺസ്യൂമറിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന്. Likewise, the sale of output are also affected by some factors. അപ്പോൾ അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തെയും ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. യെസ്, അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ദ ഇൻകം ഓഫ് ദ ബയർ. ഫസ്റ്റ് ഫാക്ടർ ഈസ് ദ ഇൻകം ഓഫ് ദ ബയർ. വാങ്ങുന്നയാളിൻ്റെ കയ്യിൽ വരുമാനമുണ്ടാകണം. ദെൻ നെക്സ്റ്റ് ഫാക്ടർ ഈസ് ദ ഡിമാൻഡ് ഓഫ് ദ ബയർ. ബയറിൻ്റെ ആവശ്യം, വാങ്ങുന്നയാളിൻ്റെ ആവശ്യവും വിൽക്കുന്ന ഉൽപ്പന്നവും തമ്മിൽ ഒരു പൊരുത്തമുണ്ടാകണം. അപ്പോൾ ഞാൻ വാങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വാങ്ങാൻ പോകുന്ന വസ്തു മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായി വെച്ചില്ലെങ്കിൽ അവിടെ വിൽപ്പന സാധ്യമല്ല. സോ വിൽപ്പന സാധ്യമാകണമെങ്കിൽ വാങ്ങുന്നയാളിൻ്റെ കയ്യിൽ വരുമാനമുണ്ടാകണം, അതുപോലെ തന്നെ അയാളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉൽപ്പന്നവും മാർക്കറ്റിൽ ഉണ്ടാകണം. സോ സെയിൽ ഓഫ് എ കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് ഓൺ 2 factors like income of the buyer and again the demand of the buyer. Okay, how do the buyers get income to purchase these goods and services? ബയറിൻ്റെ ഇൻകം ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എങ്ങനെയെങ്കിൽ ഈ ബയറിന് എവിടെ നിന്നാണ് വരുമാനം ലഭിക്കുന്നത്? നിങ്ങളുടെ വീടുകളിൽ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ ജോലിയെടുക്കാൻ പോകുന്നുണ്ടാവും, പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ടാവും, അതിലൂടെ അവർക്ക് വരുമാനവും കിട്ടുന്നുണ്ടാവും. ഇതൊരു ബയറിൻ്റെ വരുമാനമാണ് അല്ലേ? ദാറ്റ് ഈസ് ദേ ആർ ദ ഓണേഴ്സ് ഓഫ് ദ ഫാക്ടേഴ്സ്. ബയേഴ്സ് എന്ന് പറയുന്നത് ഉൽപ്പാദന ഘടകങ്ങളുടെ ഉടമസ്ഥരാണ്. ആൻഡ് ദേ ടേക്ക് പാർട്ട് ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് റിസീവ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇൻകം. അപ്പോൾ ഉൽപ്പാദന ഘടകങ്ങളുടെ ഉടമസ്ഥരാണവർ. അതുപോലെ തന്നെ ഇവർ ഉൽപ്പാദന പ്രക്രിയയിൽ ഏതെങ്കിലുമൊക്കെ ഉൽപ്പാദന പ്രക്രിയയുടെ ഭാഗമാകുകയും അതുവഴി വരുമാനം സ്വീകരിക്കുകയും ചെയ്യുന്നു. വിവിധ രൂപത്തിലുള്ള വരുമാനം സ്വീകരിക്കുകയും ചെയ്യും. Here is a worksheet to identify the factor owners and different forms of factor income. In the first column, factors of production are marked. Land, labor, capital and entrepreneurship are the basic factors of production. We know that. In the second column, factor owners are to be filled. And in the third column, factor income are to be filled. Okay? പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, പൂർത്തിയാക്കിയ മറ്റൊരു വർക്ക്ഷീറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലാൻഡ് ഈസ് ഓൺഡ് ബൈ ദ ലാൻഡ് ഓണർ, ലേബർ ബൈ ദ ലേബറർ, ക്യാപിറ്റൽ ബൈ ദ ഓണർ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഈസ് ഓൺഡ് ബൈ ദ ഓൺടർപ്രണർ. Its factor incomes are rent for landowner, wages or salary for laborer, interest for owner of capital and a profit is the reward for entrepreneur. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ഉൽപ്പാദന ഘടകങ്ങളെ ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായി ദേ റിസീവ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇൻകം ലൈക്ക് റെൻറ്റ്, വേജസ്, ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. These different forms of income are used by the buyers to purchase the goods and services produced by the firms. ഇങ്ങനെ വിവിധ രൂപത്തിലായി റെൻറ്റിൻ്റെ രൂപത്തിൽ, ദെൻ വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്, വ്യത്യസ്ത രൂപത്തിൽ ഫാക്ടർ ഇൻകമായി റിസീവ് ചെയ്യുന്ന ഈ ഇൻകത്തെ ദ ബയേഴ്സ് യൂസ്ഡ് ടു പർച്ചേസ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേംസ്. ഫേംസ് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. Okay, in this way, the social actions of production and consumption are intricately linked each other. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് എന്താ? ഉൽപ്പാദനത്തിൻ്റെയും ഉപഭോഗത്തിൻ്റെയും സാമൂഹ്യ പ്രവർത്തനം എന്നത് വളരെ സങ്കീർണമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവിടെ കൺസംഷൻ ഉണ്ടാകണം, കൺസംഷൻ നടക്കണമെങ്കിൽ അവിടെ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ഉണ്ടാകണം. സോ വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് എ interrelationship between the production and the consumption. From these discussions that we have done in our classes, we can observe 2 things here. That is, the production of consumer goods and capital goods are interrelated. കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഉപഭോക്തൃ വസ്തുക്കളുടെയും
മൂലധന വസ്തുക്കളുടെയും ഉൽപ്പാദനം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദർ ഈസ് ആൻ ഇൻറ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധന സേവനങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും തമ്മിലും ഇതുപോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. It is through these interrelationships and interdependence an economy performs its economic activities continuously and arrives at economic development. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് തരത്തിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞു. കൺസംഷൻ ഗുഡ്സിൻ്റെയും ക്യാപിറ്റൽ ഗുഡ്സിൻ്റെയും ഉൽപ്പാദനം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. The activities of production and consumption are also related. ഈ പരസ്പര ബന്ധത്തിലൂടെയാണ് ഒരു ഇക്കോണമിയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അനസ്യൂതം ഇടതടവില്ലാതെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയും അവസാനം ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. From the discussions that have taken place so far, you might have got a rough idea about the functioning of a simple economy. നമ്മൾ കുറേയേറെ ഇൻറ്റർ റിലേഷൻഷിപ്സ് പറഞ്ഞു. പ്രൊഡക്ഷനും കൺസംഷനും തമ്മിൽ, കൺസംഷൻ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും തമ്മിൽ ഒക്കെയുള്ള കുറേ ഇൻറ്റർ റിലേഷൻഷിപ്സ് പറഞ്ഞു. ഇതിൽ നിന്ന് ഒരു സിമ്പിൾ ഇക്കോണമി, ഒരു ലളിത സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ഒരു റഫ് ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും അല്ലേ? ഡു യു നോ എ സിമ്പിൾ എക്കോണമി? ഒരു ലളിത സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? You are familiar about the simple economy from the first chapter of microeconomics. Again, in the first chapter of macroeconomics, we come across through 4 sectors of an economy. The 4 sectors of an economy as per the macroeconomic viewpoint. മാക്രോഇക്കണോമിക് വ്യൂ പോയിന്റിൽ ഒരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം 4 സെക്ടേഴ്സുകൾ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഏതൊക്കെയായിരുന്നു അത്? ക്യാൻ യു ടെൽ ദോസ് 4 സെക്ടേഴ്സ്? യെസ്, ഹൗസ് ഹോൾഡ്, ദെൻ ഫേംസ്, ദെൻ ഗവൺമെൻറ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ എന്നിങ്ങനെ 4 സെക്ടേഴ്സാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിൻ്റെ ആദ്യ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയത്. In our discussion of a very simple economy, there are only 2 fundamental agents or sectors. പക്ഷേ നമ്മൾ ഇവിടെ നമ്മുടെ ഡിസ്കഷനിൽ ഈ 4 സെക്ടേഴ്സിനെയും നമ്മൾ പരിഗണിക്കുന്നില്ല. സിമ്പിൾ എക്കോണമിയിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി 2 sectors, that are household and firms. No government, no taxes, no savings, no foreign trade, etc. In a simple economy, there exist only 2 sectors, that are the household sector and the other one is the firm sector. On these sectors, which one is the producing sector? ഇതിൽ producing sector ഏതാണ്? Yes, it is the firms. And the other one is the household sector. If we consider a simple economy, there the household are the only owners of factor services. എല്ലാ ഫാക്ടർ സർവീസുകളുടെയും ഓണേഴ്സ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് മാത്രമായിരിക്കും. ആൻഡ് ദേ സപ്ലൈ ദ ഫാക്ടർ സർവീസസ് ടു ഫേംസ്. അവരുടെ ഫാക്ടർ സർവീസായ ലാൻഡ്, ദെൻ ലേബർ പവർ, ക്യാപിറ്റൽ എക്യുപ്മെൻസുകൾ, ദെൻ ഓൺട്രപ്രണർഷിപ്പ്, ഈ ഫാക്ടർ സർവീസുകൾ ദേ വിൽ സപ്ലൈ ഇറ്റ് ടു ദ ഫേം സെക്ടർ. ഫേംസിന് വേണ്ടിയിട്ട് ഇവർ സപ്ലൈ ചെയ്യുന്നു, പ്രദാനം ചെയ്യുന്നു. ദെൻ സെക്കൻഡ് സ്റ്റേജിൽ ഫേംസ് ഹയർ ദ ഫാക്ടർ സർവീസസ് ഫ്രം ഹൗസ് ഹോൾഡ് ആൻഡ് ബൈ കമ്പൈനിങ് ദീസ് സർവീസസ് ഫേംസ് പ്രൊഡ്യൂസസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫാക്ടർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഹൗസ് ഹോൾഡിങ്ങിന് വെറുതെ കൊടുക്കുമോ അവരുടെ സർവീസുകൾ? ലാൻഡ് ഉണ്ട്, അവരുടെ കൈവശം ലാൻഡ് ഉണ്ട്, ദെൻ ലേബർ പവർ ഉണ്ട്, ക്യാപിറ്റൽ എക്യുപ്മെൻസുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പൊക്കെ അവരുടെ സേവനങ്ങളാണ്. ഈ സേവനങ്ങളൊക്കെ അവർ വെറുതെ ആയിരിക്കുമോ കൊടുക്കുക? അല്ല, മറിച്ച് ദ ഹൗസ് ഹോൾഡ് റിസീവ് ദ ഫാക്ടർ ഇൻകം ഫ്രം ഫേംസ് ഫോർ പ്രൊവൈഡിങ് ദിയർ സർവീസസ്. അവരുടെ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് പകരമായി ഹൗസ് ഹോൾഡുകൾ ഒരു ഫാക്ടർ ഇൻകം അഥവാ ഘടക വരുമാനം റിസീവ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. ഓക്കെ, ദെൻ ഇപ്പോൾ ആരുടെ കയ്യിലാണ് വരുമാനം ഉള്ളത്? ഹൗസ് ഹോൾഡിൻ്റെ കയ്യിലാണ്. ഫേംസിൽ നിന്ന് വരുമാനം ആര് സ്വീകരിച്ചു? ഹൗസ് ഹോൾഡുകൾ ഫാക്ടർ ഇൻകത്തിൻ്റെ രൂപത്തിൽ ഹൗസ് ഹോൾഡുകൾ ഇൻകം സ്വീകരിച്ചു. ഇങ്ങനെ ഈ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും? ഈ ഇൻകത്തെ they spend their entire income on purchasing goods and services as there is no source for spending. ഇപ്പോൾ ഹൗസ് ഹോൾഡുകളെ സംബന്ധിച്ചിടത്തോളം സ്പെൻഡ് ചെയ്യാൻ മറ്റൊരു സോഴ്സും ഇല്ല.
നേരത്തെ നമ്മൾ പറഞ്ഞു ദർ ഇസ് നോ സേവിങ്സ് ഇൻ ദ എക്കോണമി. എക്കോണമിയിൽ സേവിങ്സ് ഇല്ല, സമ്പാദ്യമില്ല. മറ്റൊരു മാർഗത്തിലും അവർക്ക് അവരുടെ വരുമാനം ചെലവഴിക്കാൻ മാർഗങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ എക്കോണമിയിലെ ഹൗസ് ഹോൾഡ് അവർ റിസീവ് ചെയ്ത എൻറ്റയർ ഇൻകവും കംപ്ലീറ്റ് ഇൻകവും they will spend on the goods and services produced by firms. Another flow is that the firms sell their entire output that are produced with the services of household. ഹൗസ് സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫേംസ് ഉൽപ്പാദനം നടത്തുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഉൽപ്പാദനം നടത്തുന്ന ആ ഉൽപ്പന്നങ്ങളെ പൂർണ്ണമായും ഫേംസ് ഹൗസ് ഹോൾഡിന് വിറ്റഴിക്കുകയാണ്. ഹൗസ് ഹോൾഡ് അവരുടെ സേവനങ്ങൾ ഫേംസിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഫേംസ് ഈ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. സേവനങ്ങൾക്ക് പകരമായി ഫേംസ് ഫാക്ടറി ഇൻകം ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. ഹൗസ് ഹോൾഡ് ഈ ഇൻകം എന്ത് ചെയ്യുകയാണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യാനായി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഫേംസ് അവരുടെ മൊത്ത ഉൽപ്പന്നവും അവരുൽപ്പാദിപ്പിക്കുന്ന മൊത്ത ഉൽപ്പന്നവും മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുന്നു. സോ ഹിയർ the aggregate consumption by household is equal to aggregate expenditure on goods and services produced by the firms. ഹൗസ് മൊത്ത കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേംസ്. ഫേംസ് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങൾക്കുള്ള മൊത്ത എക്സ്പെൻഡിച്ചറിന് തുല്യമായിരിക്കും. Again, as a flow of aggregate consumption by the household, the entire income of the economy comes back to the firms in the form of sales revenue. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹൗസ് ഹോൾഡ് അവരുടെ വരുമാനം കൺസംഷന് വേണ്ടി ചിലവഴിക്കുന്നു. ഇങ്ങനെ ചിലവഴിക്കുന്ന മൊത്ത വരുമാനവും വീണ്ടും സെയിൽസ് റവന്യൂ എന്ന രൂപത്തിൽ ഫേംസിൻ്റെ കൈവശം എത്തുന്നു. ഈ പ്രോസസ്സാണ് ഒരു എക്കോണമിയിൽ ഇങ്ങനെ അനസ്യൂതമായി കണ്ടിന്യൂ ചെയ്യുന്നത്, തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മൾ കൺസംഷൻ നടത്തുന്നു. എക്കോണമിയിൽ പലതരത്തിലുള്ള ഉൽപ്പാദനമുണ്ട്. ഈ ഉൽപ്പാദനവും ഉപഭോഗവും തമ്മിൽ ഏതെല്ലാം തരത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. In an economy, there exists an interrelationship between different sectors, production and consumption, then production of consumer goods and capital goods, interdependence and interrelationship between different sectors. It is through this interrelationship and interdependence the economy develops. Economy develop ചെയ്യുന്നത് ഇത്തരമൊരു ഇൻ്റർ റിലേഷൻഷിപ്പിലൂടെയും ഇൻ്റർ ഡിപ്പെൻഡൻസിലൂടെയുമാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് കടന്നുപോയ ഭാഗങ്ങൾ പ്രധാനമായും ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൊഡക്ഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് എന്നതും അതുപോലെ തന്നെ ഇൻ്റർ ഡിപ്പെൻഡൻസ് ആൻഡ് ഇൻ്റർ റിലേഷൻഷിപ്പ് ഓൺ ഡിഫറെൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസുമായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ അസൈൻമെൻറ്റ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അസൈൻമെൻറ്റ് ഇതാണ്: ഒബ്സർവ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് ഐഡൻറ്റിഫൈ ദ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ആ സാമ്പത്തിക പ്രവർത്തനങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക. ഇതാണ് ഇന്നത്തെ അസൈൻമെൻറ്റ്. ഓക്കെ, പുതിയൊരു കണ്ടൻറ്റുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.